क्या ये सपना है, क्या तुम हकीकत हो? है पवन मुझे बता, क्या धीरे से अनजाने में, अगर तुम छाया बनकर मेरे साथ चलोगी मेरे दिल में प्यार का बीज बोकर। ये सपना है, क्या तुम हकीकत हो? मुझे बताओ है हवा धीरे से, मुझे नहीं पता क्यों मैं सीने में एक हलचल सी होती है जब तुम्हारी सांसें मुझे छूती है। तुम्हारी मनमोह खुशबू मेरी नसों को इतना धड़का देती है, जब से तुम पहली बार मेरे सपनों में आए हो। मेरी यादों में तुम्हारा चेहरा दिखता है। क्या ये सपना है, क्या तुम हकीकत हो? है पवन मुझे बता, क्या धीरे से अनजाने में, अगर तुम छाया बनकर मेरे साथ चलोगी मेरे दिल में प्यार का बीज बोकर। അനന്ത, ഏതാടി പെൺകുട്ടി? ഈ കൊച്ചെങ്ങനെ ബോധം കെട്ട് വീണത്? അപ്പോഴാണ് സംഭവിച്ച കാര്യങ്ങൾ അവന്റെ മനസ്സിലേക്ക് ഓടി വന്നത്. അറിയില്ലടാ, ഞാൻ പെട്ടെന്ന് എന്റെ സ്വപ്നത്തിൽ എന്നതുപോലെ അവളെ തോളിലേക്കൊന്ന് കൈവച്ചതാ. അപ്പൊ തന്നെ എന്റെ കൈകളിലേക്ക് അവള്, ഇതാ ഞാൻ എന്ന് സ്വപ്നം കാണാറുള്ള എന്റെ പെണ്ണ്. ഇതോ? പോടാ, എനിക്ക് വിശ്വസിക്കാനാവുന്നില്ല. ഒരു സ്വപ്നം ശരിക്കും സംഭവിക്കും എന്നൊക്കെ പറഞ്ഞ ഇതെന്താ വല്ല സിനിമയാണോ? അതൊന്നും എനിക്ക് അറിയില്ല ജീവ. എന്റെ ഉള്ളിലിരുന്ന് എന്നെ ആരെ നിയന്ത്രിക്കും പോലെ. അതൊക്കെ പിന്നെ പറയാം. ആദ്യം കൊച്ചിന് ബോധം വരട്ടെ. ജീവൻ വേഗം പുറകിലേക്ക് ഓടി വണ്ടിയിലിരുന്ന വെള്ളവുമായി തിരിച്ചു വന്നു. അപ്പോഴും അനന്തൻ അവളുടെ മുഖത്തേക്ക് നോക്കിയിരിക്കുകയായിരുന്നു. എന്റെ പൊന്നു മോനെ, വായ്നോട്ടമൊക്കെ പിന്നീട്, ഇപ്പം വെള്ളം ആ കൊച്ചിന്റെ മുഖത്ത് ഇറക്കി. പെട്ടെന്ന് തന്നെ അനന്തൻ അല്പം വെള്ളമെടുത്ത് അവളുടെ മുഖത്തേക്ക് തെളിച്ചു. ഉടനെ അവൾ കണ്ണുകൾ ചിമ്മി തുറന്നു. ഇരുവരുടെയും കണ്ണുകൾ തമ്മിലുടക്കി. എന്നാൽ ഈ സമയം മറ്റൊരിടത്ത് തന്റെ കയ്യിൽ നിന്നും വിറ്റുന്ന രക്തത്തിലേക്ക് അയാൾ സൂക്ഷിച്ചു നോക്കി. എന്തോ അരുതാത്തത് സംഭവിച്ചിരിക്കുന്നു. അയാൾ ഉടനെ തന്നെ തന്റെ പൂജാമുറിയിലേക്ക് കയറി വാതിൽ ചേർത്തടച്ചു. മുന്നിലുള്ള വലിയ മേശ വലിച്ചു മാറ്റി. അവിടെ കർട്ടനിട്ട് മറച്ചിരുന്ന വലിയ വാതിൽ തള്ളി തുറന്നു. കാതടിപ്പിക്കുന്ന ശബ്ദത്തോടെ ആ വാതിൽ തുറക്കപ്പെട്ടു. അറപ്പ് തോന്നും വിധത്തിലുള്ള രൂക്ഷമായ ദുർഗന്ധം അവിടെ നിന്നും ഉയർന്നിരുന്നു. ഹോമകുണ്ഡത്തിൽ നെരുപ്പുകൾ അപ്പോഴും മണഞ്ഞിരുന്നില്ല. തന്റെ കയ്യിൽ നിന്നും പൊടിഞ്ഞ രക്തം അയാൾ ആ നെരുപ്പിലേക്ക് എത്തിച്ചു. കാലാന്തക, പുറത്തുവാ! എന്തോ അനിഷ്ടമായത് സംഭവിക്കാൻ പോകുന്നുവെന്ന് എന്റെ മനസ്സ് പറയുന്നു. അതെന്താണെന്ന് എനിക്ക് കാണിച്ചതാ. ഇരു കാലുകളും കൂട്ടിക്കെട്ടി മുറിക്കരികിലായി കിടത്തിയിരുന്ന പൂവൻ കോഴി അയാൾ കയ്യിലെടുത്തു. വലിക്കലിൽ വെച്ച് അതിന്റെ തലയെടുത്തു.
അറുത്തെടുത്ത തല ആ അഗ്നിയിലേക്കിട്ടു. രാജഭദ്ര, നിന്റെ നാശം അതടുത്തിരിക്കുന്നു. നിന്റെ കഴിഞ്ഞ ജന്മത്തിൽ നീ ഇല്ലാതാക്കിയ ഒരു കുടുംബം മുഴുവൻ നിന്നെ വധിക്കാനായി പുനർജനിച്ചിരിക്കുന്നു. മുൻ ജന്മത്തിൽ ഞാൻ ചെയ്ത പാപത്തിന് ഈ ജന്മത്തിൽ ഞാൻ എന്തിന് ശിക്ഷിക്കപ്പെടണം? ഇതിനെന്താണ് പ്രതിവിധി? ഇല്ല രാജഭദ്ര, ഈ ജന്മത്തിൽ നിനക്ക് അകാല മരണം സുനിശ്ചിതം. കഴിഞ്ഞ ജന്മം നീ ഇല്ലാതാക്കിയത് നിറവയറോടെ ഒരു പെണ്ണിനെയും അവളുടെ ഭർത്താവിനെയുമായിരുന്നു. എന്നാൽ ഈ ജന്മത്തിൽ അവര് 3 പേരായാണ് പുനർജനിച്ചിരിക്കുന്നത്. എനിക്കെന്നല്ല ഒരു ശക്തിക്കും നിന്നെ അവരുടെ കയ്യിൽ നിന്ന് രക്ഷിക്കുക അസാധ്യം. അത്രമാത്രം പറഞ്ഞ് കാലാന്തകൻ അപ്രത്യക്ഷനായി. ഇല്ല, എന്നെ നശിപ്പിക്കാൻ ഞാൻ ആരെയും അനുവദിക്കില്ല. ഇതുവരെ ഞാൻ സ്വായത്തമാക്കിയ മന്ത്രതന്ത്രങ്ങളും ആഭിചാരക്രിയകളും എന്നെ തുണക്കില്ല എന്നോ? അസംഭവ്യം. സ്വന്തം ഭാര്യയെയും അമ്മയെയും ഇഷ്ടമൂർത്തിക്ക് കാഴ്ചവെച്ച് കൈകൾ കൊണ്ട് തന്നെ അവരുടെ ഹൃദയം പറിച്ചെടുത്ത് അത് ഭക്ഷിച്ച് ഉപാസനമൂർത്തികളെ തന്റെ പരിധിയിലെത്തിച്ചവനാണ് കറുപ്പൻ. മനുഷ്യ ശരീരം പച്ചയ്ക്ക് തിന്നുന്നവൻ. പിഞ്ചു കുഞ്ഞുങ്ങളെയും കന്യകമാരെയും ബലി കൊടുത്ത് നേടിയെടുത്തതാണ് കറുപ്പൻ തന്റെ പല കഴിവുകൾ. അവസാനം നീ എന്നെ തേടി വന്നുവല്ലേ രാജഭദ്ര? നിന്നെ ഞാൻ എന്നോട് ചേർത്ത് നിർത്തിയതും മന്ത്രതന്ത്രങ്ങൾ നിന്നെ അഭ്യസിപ്പിച്ചതും ഇന്ന് ഈ ദിവസത്തിന് വേണ്ടിയാണ്. ഇനിയെല്ലാം ഞാൻ തീരുമാനിക്കും. എന്റെ വിരലിലാടുന്ന വെറുമൊരു പാവയാക്കി നിന്നെ ഞാൻ മാറ്റും. അതിലൂടെ നാഗമാണിക്കും ഞാൻ സ്വന്തമാക്കും. എന്നെ തകർക്കാൻ ഒരു ശക്തിക്കുമാകില്ല. അപ്പോഴേക്കും രാജഭദ്രൻ മനക്കിലെത്തിയിരുന്നു. ഗുരു, ഞാൻ വന്നത് അറിയാം. ദുർഗ അവൾ പുനർജനിച്ചിരിക്കുന്നു അല്ലേ? അങ്ങെങ്ങനെ ഇതൊക്കെ? എനിക്കെല്ലാം അറിയാം രാജഭദ്ര. എങ്കിൽ പറയൂ, എന്താണ് ശരിക്കും സംഭവിച്ചത്? എന്തിനാണ് അവർ എന്നെ പിന്തുടരുന്നത്? ഞാൻ ആരെയാണ് കൊന്നത്? കാലാന്തകൻ പോലും ഭയപ്പെടാൻ മാത്രം എന്ത് ശക്തിയാണ് അവർക്കുള്ളത്? നിന്റെ കഴിഞ്ഞ കാലം അത് നിനക്ക് പറഞ്ഞു തരേണ്ടത് ഞാനല്ല. സമയമാകുമ്പോൾ എല്ലാം നിന്റെ മുന്നിൽ വെളിപ്പെടും. ഒന്നു മാത്രം ഞാനിപ്പോൾ പറയാം. നീ ജനിച്ചത് തന്നെ അവളുടെ ദുർഗയുടെ മോക്ഷത്തിന് വേണ്ടിയാണ്. ഇതിൽ നിന്ന് നിന്നെ ഇപ്പോൾ രക്ഷിക്കാൻ എനിക്ക് മാത്രമേ ആഗ്രഹമുള്ളൂ. എങ്കിൽ എന്നെ ഒന്ന് രക്ഷിക്കു സ്വാമി. എനിക്ക് മരിക്കേണ്ട, എനിക്ക് ഉടനെ മരിക്കേണ്ട സ്വാമി. ഒരു പൂർണ്ണ ഗർഭിണിയെയും അവളുടെ ഭർത്താവിനെയുമാണ് നീ നിഷ്കരുണമില്ലാതാക്കിയത്. ദേവലോകം പോലും
നിന്റെ മരണം ശരിവെച്ചു കഴിഞ്ഞു. ഇനി നിന്റെ വീതി മാറ്റി എഴുതണമെങ്കിൽ നാഗമാണിക്യം അത് നീ കൈവശപ്പെടുത്തണം. നാഗമാണിക്യത്തിന് മാത്രമേ ഇനി നിന്നെ രക്ഷിക്കാൻ സാധിക്കുകയുള്ളൂ രാജഭദ്ര. താളിയോലകളിലൂടെ ഞാൻ അറിഞ്ഞ നാഗമാണിക്യം കൈവശപ്പെടുത്തുക അത്ര നിസ്സാരമല്ല. 7 കാവുകളും 2 കൊടുങ്കാടുകളും കടന്നാൽ മാത്രമേ നാഗമാണിക്യം പ്രതിഷ്ഠിച്ചിരിക്കുന്ന ചേനാട്ടുകാവിൽ എത്താൻ സാധിക്കുകയുള്ളൂ. എന്നാൽ 7 കാവുകൾ കടന്ന് ഇതുവരെ പൂർവികർക്കാർക്കും അങ്ങോട്ടെത്താൻ സാധിച്ചിട്ടില്ല. സർപ്പങ്ങളും കരിനാഗങ്ങളും അടക്കി വാഴുന്ന 7 കാവുകളാണ് മുന്നിലുള്ളത്. ഇനി അത് താണ്ടിയാൽ തന്നെ ആ 2 കൊടും വനങ്ങൾ താണ്ടുക എന്നത് അസാധ്യമാണ്. രാജഭദ്ര, ഈ നാഗമാണിക്യം മുൻപ് എവിടെയായിരുന്നുവെന്ന്, അതെങ്ങനെ ചേനാട്ടുകാവിലെത്തിയെന്ന് നിനക്കറിയാമോ? അത്തരം വിവരങ്ങളൊന്നും താളിയോലകളിലോ പൂർവികരിൽ നിന്നോ കേട്ടറിവുള്ളതായി എനിക്ക് ഓർമ്മയില്ല. എങ്കിൽ കേട്ടോളൂ. നീയാണ് നാഗമാണിക്യത്തെ ഇവിടെ നിന്നും ചേനാട്ടുകാവിലെത്തിച്ചത്. നിന്റെ മുൻ ജന്മം. എനിക്കിതൊന്നും മനസ്സിലാകുന്നില്ല. കഴിഞ്ഞ ജന്മത്തിൽ ഞാൻ ആരായിരുന്നു? എന്താണ് എന്റെ കഴിഞ്ഞ ജന്മം? എനിക്കാകെ തലക്ക് ഭ്രാന്ത് പിടിക്കുന്നു ഗുരു. ഇനി ഞാൻ എന്താണ് ചെയ്യേണ്ടത്? അങ്ങ് പഠിപ്പിച്ചു തന്ന മന്ത്രതന്ത്രങ്ങളൊന്നും തന്നെ എന്റെ കഴിഞ്ഞ ജന്മത്തെ എനിക്ക് മുന്നിൽ തെളിയിക്കുന്നില്ല. ആകെ എനിക്ക് കാണാൻ കഴിയുന്നത് ചെമ്പകപ്പൂവിന്റെ നിറമുള്ള ഒരു പെണ്ണിന്റെ വ്യക്തമല്ലാത്ത മുഖമാണ്. പലപ്പോഴും എന്റെ ഉറക്കം കെടുത്തുന്ന ആ മുഖം അതേതെന്ന് പറഞ്ഞു തരാൻ കാലാന്തകന് പോലും ആകുന്നില്ല. അല്ലെങ്കിൽ അതെന്നോട് വെളിപ്പെടുത്താൻ ഭയപ്പെടുന്നത് പോലെ. എല്ലാം സമയമാകുമ്പോൾ നിനക്ക് മുന്നിൽ താനേ തെളിയും രാജഭദ്ര. അതുവരെ നീ കാത്തിരുന്നേ മതിയാവൂ. നാഗമാണിക്യം കണ്ടെത്താനായി ഞാൻ തന്നെ സഹായിക്കാം. എന്റെ ഉപാസനാമൂർത്തിയായ കരിങ്കാലനെ ഞാൻ നിനക്ക് വിട്ടുതരാം. അവൻ നിനക്ക് വഴി കാണിക്കും. എന്നാൽ നീ കുറച്ചു കാലം കൂടി അതിനായി കാത്തിരിക്കണം. ഏകാദശിയിലെ അമാവാസി ആയില്യം നാളിൽ ജനിച്ച ഒരു പെൺകുട്ടിക്ക് മാത്രമേ നാഗമാണിക്യം ചേനാട്ടുകാവിൽ നിന്ന് എടുക്കാൻ സാധിക്കുകയുള്ളൂ. അല്ലാതെ അതാര് സ്പർശിക്കുന്നുവോ അവന് മരണം. അവളുടെ വരവിനായി നമ്മൾ കാത്തിരുന്നേ മതിയാവൂ. ഒരു കാര്യം കൂടെ പറയാം. ഇന്ന് അവൾ അവിടെ നിന്ന് ആ നാഗമാണിക്യം എടുത്ത് സൂര്യനെല്ലിമനയിലെ കാവിൽ പ്രതിഷ്ഠിക്കുന്നുവോ എന്നായിരിക്കും നിന്റെ മരണം. അതിനാൽ അങ്ങനെ സംഭവിക്കാതിരിക്കാൻ നീ പ്രത്യേകം ശ്രദ്ധിക്കണം. അതിനവളെ ഞാൻ എങ്ങനെ കണ്ടെത്തും? സൂര്യനെല്ലിമനയിൽ ഇപ്പോൾ പെൺകുട്ടികൾ ആരും തന്നെയില്ല. പിന്നെങ്ങനെയാണ് മനയിൽ നാഗമാണിക്യം പ്രതിഷ്ഠിക്കാൻ ഒരു പെൺകുട്ടി എത്തുക? സൂര്യനെല്ലിമന അപ്പാടെ ക്ഷയിച്ചുപോയി. അവിടെ ഇപ്പോൾ ഒരു തലമൂത്ത കാർന്നോരല്ലാതെ ആരും തന്നെയില്ല. മക്കളൊക്കെ പുറത്തെവിടെയോ ആണ്. എഴുന്നേറ്റ് നടക്കാൻ പോലും ശേഷിയില്ലാത്ത ഒരു പടുക്കിളവൻ. അയാളല്ലാതെ ആ മനയിൽ ഇപ്പോൾ ആരും തന്നെയില്ല. പിന്നെ ഇതൊക്കെ എങ്ങനെ സംഭവിക്കുമെന്നാണ് സ്വാമി പറയുന്നത്? ആ മനയുടെ പതനത്തിന് കാരണം അതും നീ തന്നെയായിരുന്നു. ഇതൊക്കെ വെളിവാകുന്ന ഒരു ദിവസം നിനക്ക് മുന്നിൽ തെളിയും. അന്ന് വരെ നീ കാത്തിരുന്നേ മതിയാവൂ. ഒക്കെ മനസ്സിലാക്കാൻ നിനക്കിനി അധികം താമസമില്ല. കാത്തിരിക്കുക. ഇപ്പോൾ നീ പോയിക്കോളൂ. കരിങ്കാലനെ തൃപ്തിപ്പെടുത്താനുള്ള മാർഗങ്ങൾ അടങ്ങിയ താളിയോല നിനക്ക് ഞാൻ തരാം. അതിനൊപ്പം കരിങ്കാലനും ഇനി നിന്റെ രക്ഷയ്ക്കായി എത്തും. ഒന്ന് മാത്രം ശ്രദ്ധിക്കുക. കരിങ്കാലനെ പ്രീതിപ്പെടുത്തിയാൽ
അവൻ നിനക്ക് മുന്നിൽ എപ്പോഴും പ്രത്യക്ഷനായിരിക്കും. കാലാന്തകനെ പോലെ ക്ഷണിക്കുമ്പോൾ മാത്രം വരുന്ന ഉപാസനാമൂർത്തിയല്ല കരിങ്കാലൻ. ഒരിക്കൽ പ്രത്യക്ഷപ്പെട്ടാൽ പിന്നെ നെഞ്ചിൽ നിന്ന് അകലുക അസാധ്യമാണ്. അതിനാൽ ഒരു കാരണവശാലും അവൻ മുൻകർക്കളത്തിൽ നിന്ന് പുറത്തു വരാൻ പാടുള്ളതല്ല. അങ്ങനെ സംഭവിച്ചാൽ ചുറ്റുമുള്ളത് നശിപ്പിക്കാതെ അവൻ അടങ്ങില്ല. മന്ത്രിച്ച ചങ്ങലയിൽ അവനെ പൂട്ടിയിടുക. അതിനെപ്പോഴും നീ ശ്രദ്ധിച്ചിരിക്കണം.